കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹാവന്ദനങ്ങൾ. കോവിഡ്-19 പകർച്ചവ്യാധിയുടെ ഒരു പശ്ചാത്തലത്തിലാണല്ലോ നാം ഏവരും ഇന്നായിരിക്കുന്നത്. വളരെ ഭീതിജനകമായ ഒരു അന്തരീക്ഷം ലോകം സകലം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ആയിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ആരാധനകൾ പോലും നടത്തുവാൻ കഴിയാതെ വണ്ണം ഉള്ള സാഹചര്യങ്ങളിലേക്ക് നാം ഏവരും കടന്നു വന്നിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ എങ്ങനെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ നമുക്ക് അതിജീവിക്കുവാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് വളരെ ആഴമായി നാം ചിന്തിക്കേണ്ട സമയമാണിത്. ഇന്ത്യ ഗവൺമെൻറ് പല നിർദ്ദേശങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. സ്റ്റേറ്റ് ഗവൺമെൻറ് നമുക്ക് പല നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അതുപോലെ ലോക്കൽ അതോറിറ്റീസ് നമുക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഇതിന് കീഴ്പ്പെട്ട് നാം പോകേണ്ടത് ആവശ്യമാണ്. എന്നാൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വളരെ അത്യന്താപേക്ഷിതമായിരിക്കുന്ന വിഷയമാണ് പ്രാർത്ഥന, ആരാധന, വചനധ്യാനം എന്നുള്ളത്. നാം ദൈവത്തിൻ്റെ മന്ദിരമാണ്. നമ്മിൽ ഈ ആരാധന ഉയരണം, പ്രാർത്ഥന ഉയരണം. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനം നാം ധ്യാനിക്കണം. ഏത് സാഹചര്യങ്ങളിൽ നാം ആയിരുന്നാലും നമുക്ക് ഈ സാഹചര്യത്തെ അതിജീവിക്കുവാനായിട്ട് പരിമിതികൾ പലതുമുണ്ട്. മനുഷ്യനാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യകളോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ മനുഷ്യ ശക്തിക്കോ ഒന്നും കീഴ്പ്പെടുത്തുവാൻ കഴിയാതെ വണ്ണം ഈ കൊറോണ വൈറസ് മനുഷ്യനെ കീഴ്പ്പെടുത്തിയ ഒരു അന്തരീക്ഷത്തിലാണ് നാം ഏവരുമായിരിക്കുന്നത്. ലോകമെമ്പാടും ജനം വളരെ ഭീതിയിലായിരിക്കുമ്പോൾ ദൈവമക്കൾ ഈ ഭീതിയോടെ ജീവിക്കുകയല്ല, മറിച്ച് ഇതിനെ അതിജീവിച്ച് മുന്നേറുവാനായിട്ട് കഴിയണം. അതിനാവശ്യമായിട്ടുള്ള എന്താണ് നാം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിനാവശ്യമായി നാം എപ്രകാരമാണ് മുൻപോട്ട് നീങ്ങേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ആണ് ഇന്ന് ഈ സമയത്ത് ധ്യാനിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ധ്യാനത്തിനായിട്ട് മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യമാണ്. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും, നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയില്ല. ഇതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. ഇതിൻ്റെ മുൻപ് ഭാഗം നാം കഴിഞ്ഞ ദിവസം ധ്യാനിച്ച വേദഭാഗമാണ്. ഇവിടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായിട്ട് മറുരൂപമലയിലേക്ക് കടന്നുപോയി. നേരിടുവാൻ പോകുന്ന ആ ക്രൂശിനെ കണ്ടുകൊണ്ട് പുതിയ ശക്തി, പുതിയ ബലം പ്രാപിക്കുവാൻ ആ മറുരൂപമലയിലേക്ക് കടന്നുപോയി. അവിടെ വെച്ച് ശിഷ്യന്മാരും അധികം ബലപ്പെട്ട് ദൈവ ശബ്ദം കേട്ട് ദൈവിക ദർശനം പ്രാപിച്ച് ദൈവത്തിൻ്റെ ഇടപെടലുകൾ ജീവിതത്തിൽ അനുഭവിച്ച് അത് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. അവർ കടന്നു വരുന്ന താഴ്വരയിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഭൂതബാധിതനായിരിക്കുന്ന ഒരു മകന് അവൻ്റെ ഭൂതത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് സൗഖ്യം വരാതെ യേശുവിൻ്റെ അടുത്തേക്ക് ആ മകനുമായി കടന്നു വരുന്ന കാണുവാനായിട്ട് കഴിയും. ചന്ദ്രരോഗം ബാധിച്ച ഈ മകനു വേണ്ടി അവിടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ പ്രാർത്ഥിച്ചു. പക്ഷേ അവന് വിടുതലുണ്ടാകുവാൻ ഇടയായി തീർന്നില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ ശിഷ്യന്മാർക്ക് തന്നെ ആകെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. അപ്പോഴാണ് യേശു പറയുന്നത്, യേശു ഇങ്ങനെ ആണ് അവരോട് പറയുന്നത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്നും അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും, നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകുകയില്ല. ഇവിടെ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഒരു 6ാമത്തെ ഇന്ദ്രിയമാണ് വിശ്വാസം എന്ന് പറയുന്നത്. നമ്മുടെ 5 ഇന്ദ്രിയങ്ങളാലും അല്ലെങ്കിൽ 5 ഇന്ദ്രിയങ്ങൾ നാം ഉപയോഗിച്ച് അതിനകത്തും നമുക്ക് വിടുതൽ പ്രാപിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ഇവിടെ ഒരു 6ാമത്തെ ഇന്ദ്രിയത്തെക്കുറിച്ചാണ് പറയുന്നത്, വിശ്വാസം എന്ന് പറയുന്നത്. എല്ലാ മനുഷ്യനിലും ഉള്ള ഒരു അവസ്ഥയാണ് വിശ്വാസം, അല്ലെങ്കിൽ സ്ഥിതിവിശേഷമാണ്, ഒരു സെൻസാണ് വിശ്വാസം എന്ന് പറയുന്നത്. നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രതിസന്ധികളെ അതിജീവിക്കുവാനായിട്ട് കഴിയും. ഇവിടെ വിശ്വാസം എന്ന് പറയുന്നത് എന്തെങ്കിലും നേടിയെടുക്കാമെന്നുള്ള വിശ്വാസമല്ല, മറിച്ച് കർത്താവിലുള്ള വിശ്വാസം, കർത്താവിൻ്റെ അധികാരത്തിലുള്ള വിശ്വാസം, കർത്താവിൻ്റെ അതോറിറ്റിയിൽ നാം വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമുക്ക് പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറുവാനായിട്ട് കഴിയും. ഇവിടെ യൂതന്മാർ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഫ്രേസാണ് മലകൾ നീങ്ങുക എന്ന് പറയുന്നത്. സോ മൂവ് ദ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള പ്രയാസമുള്ള സാഹചര്യങ്ങൾ അത് മാറ്റുക എന്നുള്ളത്
സാധാരണ യഹൂദന്മാർ ഉപയോഗിക്കുന്ന ഒരു ഫ്രേസാണ്, അതിന് മലകളെ നീക്കുക എന്ന് പറയുന്നത്. നമ്മുടെ മുമ്പിലുള്ള മലകൾ അല്ലെങ്കിൽ പർവ്വത സമാനമായിരിക്കുന്ന പ്രശ്നങ്ങൾ, നമുക്ക് അതിജീവിക്കുവാൻ കഴിയുകയില്ല എന്ന് വിചാരിക്കുന്ന വിഷയങ്ങൾ ഒക്കെ വിശ്വാസത്താൽ നമുക്ക് അതിജീവിക്കുവാനായിട്ട് കഴിയും. ഇവിടെ കർത്താവ് പറയുന്നത് കടുകുമണിയോട് ഉപമിച്ച് പറയുന്നു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ മലകളോട് നീങ്ങിപ്പോകുക എന്ന് കൽപ്പിച്ചാൽ നീങ്ങിപ്പോകും. അപ്പോൾ ഈ കടുമണിയോളം വിശ്വാസം എന്നൊരു ഗ്രോയിങ് ഫെയ്ത്താണ്, വിശ്വാസത്തിൽ വളർന്നു വരിക. കടുകുമണി ചെറുതാണ്, എന്നാൽ അതൊരു സസ്യമാണ്. പെട്ടെന്ന് അത് വളർന്ന് ഒരു 10 അടി 12 അടി വരെ വളരുവാനുള്ള കപ്പാസിറ്റി അതിനകത്തുള്ള ചെറിയ കടുകുമണിക്ക്. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ ഇത് വളർന്നു വരുവാനായിട്ട് ഇടയായിത്തീരുന്നു. വിശ്വാസവും അതുപോലെയാണ്. നമ്മുടെ സാഹചര്യങ്ങൾ നമ്മളെ വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ട് വരുവാനായിട്ട് ഇടയായിത്തീരണം. ദിവസങ്ങളിൽ നാം ഐസൊലേറ്റഡ് ആയി പോകുന്ന, നമ്മുടെ ഭവനങ്ങളിലേക്ക് കടന്നു പോകുന്ന അല്ലെങ്കിൽ ഭവനങ്ങളിൽ ഇരിക്കുന്ന അവസ്ഥകളുണ്ട്. നാം അവിടെ തന്നെ ഇരിക്കുവാനായിട്ട് നമുക്ക് നിർദ്ദേശങ്ങൾ നൽകുകയാണ്. അപ്പോഴവിടെ നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന നമ്മുടെ വിശ്വാസത്തിന് ഉയർന്ന പടികളിലേക്ക് കയറുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇടയായിത്തീരണം. അതിനുവേണ്ടിയാണ് നാം ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ പ്രാർത്ഥനയും ആരാധനയും വചനധ്യാനവും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു സ്പിരിച്വൽ എൻലൈറ്റൻമെൻറ്റ് അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. ഈ സ്പിരിച്വൽ ടച്ചാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മെ മുൻപോട്ട് നയിക്കുവാൻ പ്രേരകമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ വിശ്വാസമാണ് കർത്താവ് ഇവിടെ നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. നമുക്ക് കർത്താവിൽ വിശ്വാസം ഉണ്ടെങ്കിലേ പ്രാർത്ഥിക്കുവാൻ കഴിയുകയുള്ളൂ. കർത്താവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ആരാധിക്കുവാൻ കഴിയുകയുള്ളൂ. ഇല്ലെങ്കിൽ വെറും ജൽപ്പനങ്ങളായി മാറും, വെറും റിച്വൽസ് ആയിട്ട് നമ്മുടെ ആരാധനകളൊക്കെ മാറുവാനായിട്ട് ഇടയായിത്തീരുന്നത്. നല്ലേറിയ വിശ്വാസം ഈ ദിവസങ്ങളിൽ അത് നമുക്കുണ്ടാകണം. നമ്മായിരിക്കുന്ന സാഹചര്യങ്ങൾ, ആയിരിക്കുന്ന അവസ്ഥകളിൽ വിശ്വാസത്തിൻ്റെ ഉയർന്നവും ശ്രേഷ്ഠമായ പടികളിലേക്ക് കയറുവാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇടയായിത്തീരണം. വിശ്വാസത്തിനകത്ത് ഉൾക്കൊള്ളുന്ന ചില വിഷയങ്ങളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതായിട്ട് ഇവിടെ പറയുന്നത് വിശ്വാസത്തിനകത്തൊരു ശക്തിയുണ്ട്. അതാണ് മലകളോട് നീങ്ങിപ്പോകുവാൻ കൽപ്പിച്ചാൽ അത് നീങ്ങിപ്പോകും. മലകളോട് മാറുവാൻ കൽപ്പിക്കുന്നു. അപ്പോൾ അത് വിശ്വാസമുണ്ടെങ്കിൽ മല അവിടെ നിന്ന് നീങ്ങിപ്പോകും. നീങ്ങുക എന്ന് പറഞ്ഞാൽ നീങ്ങും എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിനകത്തൊരു ശക്തി വ്യാപരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മുടെ വിശ്വാസത്തിന് പലപ്പോഴും ഈ ശക്തി കുറഞ്ഞു പോവുകയാണ്. നമുക്ക് ഭക്തിയുണ്ട്, പക്ഷേ ആ ശക്തിയില്ലാത്ത വിശ്വാസം നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഇവിടെ കർത്താവ് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിനകത്തൊരു ശക്തി പകരപ്പെടുവാൻ ഇടയായിത്തീരണം. ദൈവസന്നിധിയിൽ സമയം ചിലവഴിക്കുമ്പോഴാണ് ഈ ശക്തി നമ്മിലേക്ക് പകരപ്പെടുവാനായിട്ട് ഇടയായിത്തീരുന്നത്. വിശ്വസിക്കുന്നവന് സകലതും കഴിയുമെന്ന് കർത്താവ് പറയുന്നു. ഈ ചന്ദ്രരോഗം ബാധിച്ച മകൻ്റെ പിതാവിനോടാണ് പറയുന്നത്, വിശ്വസിക്കുന്നവർക്ക് സകലതും കഴിയും. അപ്പോൾ ആ മനുഷ്യൻ ഒരു കരുണയ്ക്ക് വേണ്ടി, ഒരു കമ്പാഷന് വേണ്ടി യേശുവിൻ്റെ അടുത്തേക്ക് കടന്നു വരികയാണ്. നിന്റെ ശിഷ്യന്മാർ പറഞ്ഞിട്ട് സാധിച്ചില്ല. അപ്പോൾ ശിഷ്യന്മാർ തന്നെ പിന്നീട് ചോദിക്കുന്നു, എന്താണ് ഞങ്ങളെ കൊണ്ട് സാധിക്കാഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ്, അവിടെയാണ് നിങ്ങളുടെ അല്പവിശ്വാസമാണ്. അപ്പോൾ ഒരു വളർച്ചയില്ലാത്ത യേശുവിനോട് കൂടെ നടന്നെങ്കിലും യേശുവിൻ്റെ പക്കൽ നിന്നും അനേക അനുഗ്രഹങ്ങളെ പ്രാപിച്ചുവെങ്കിലും ആ വിശ്വാസത്തിൽ അവർക്ക് വളർന്നു വരുവാൻ കഴിഞ്ഞിട്ടില്ല. യേശുവിൻ്റെ സാന്നിധ്യം, യേശുവും മറ്റു ശിഷ്യന്മാരോട് മറുരൂപ മലയിലേക്ക് കടന്നുപോയി. അതുപോലെ തന്നെ ഒരു ലീഡർ അവർക്കില്ലാത്ത ഒരവസ്ഥ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവർക്ക് അധികാരത്തോട് ഒരു കാര്യം ചെയ്യുവാൻ കഴിയാതെ ഒരു ഇൻഅഡിക്വസി അവരുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഒരു പരിമിതി അവരുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ വിശ്വാസം അതിൻ്റെ അല്പമായൊരവസ്ഥയിൽ മാത്രമേ ഈ ശിഷ്യന്മാർക്കുണ്ടായിരുന്നുള്ളൂ. ഇവിടെ പ്രതീക്ഷിക്കുന്നത് ഒരു ഉയർന്ന വിശ്വാസത്തിലേക്ക് അവർ കടന്നു വരണം. അതുകൊണ്ടാണ് അല്പവിശ്വാസികളെ എന്ന് വിളിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. പലപ്പോഴും നാം ദൈവശക്തിയെ കുറിച്ച്, അല്ലെങ്കിൽ എന്താണ് ദൈവം പ്രവർത്തിക്കുക, ദൈവത്തിൽ സംശയങ്ങൾ നമുക്ക് ഉളവാകാറുണ്ട്. പലപ്പോഴും സംശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉളവാകാറുണ്ട്. അപ്പോൾ ദൈവശക്തിയെ ചോദ്യം ചെയ്യുന്ന അനുഭവങ്ങൾ, പ്രത്യേകിച്ച് ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ പലരും നമ്മെ നിന്ദിക്കാറുണ്ട്, പരിഹസിക്കാറുണ്ട്. എവിടെ നിങ്ങളുടെ ദൈവം എന്ന് ചോദിക്കാറുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെ സൗഖ്യമാക്കി കൂടാന്ന് ചോദിക്കാറുണ്ട്. ഇവിടേക്ക് അവരുടെ പരിമിതമായിട്ടുള്ള ആ ഒരു അറിവാണ് ഇവിടെ പ്രകടമാക്കുന്നത്.
ഇവിടെ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ കഷ്ടങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, രോഗങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ അവിടെയൊക്കെയും ഒരു എക്സലൻസിലേക്ക് നമ്മെ നടത്തുവാനായിട്ട് ദൈവത്തിന് പദ്ധതിയുണ്ട്. അതുപോലെ തന്നെ ചില സന്ദർഭങ്ങളിൽ ദൈവം നമ്മെ അതിൽ നിന്നും എക്സംപ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. എന്ന് പറഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ ദൈവം നമ്മെ ഇങ്ങനെയുള്ള അവസ്ഥകളിൽ നിന്ന് ഒഴിവാക്കി വിടുന്നു. എന്നാൽ മറ്റുള്ള സന്ദർഭങ്ങളിൽ ഇതിനകത്തുകൂടി നമ്മെ കടത്തിവിട്ട് നമ്മെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇടയായിത്തീരുന്നു. ഇവിടെയാണ് നമ്മുടെ വിശ്വാസത്തിലുള്ള ദൈവശക്തിയെക്കുറിച്ച് നാം തിരിച്ചറിയേണ്ടത്. നമ്മുടെ വിശ്വാസത്തിന് ദൈവശക്തി ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. അത് നാം കമാൻഡ് ചെയ്താൽ മാറിപ്പോകുവാൻ, അല്ലെങ്കിൽ നാം കൽപ്പിച്ചാൽ അത് അങ്ങനെ സംഭവിക്കുവാൻ ഇടയായിത്തരണമെന്നുണ്ടെങ്കിൽ ആ വിശ്വാസത്തിനകത്ത് ഒരു ശക്തി വ്യാപരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലണം. ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്ന് ദൈവസന്നിധി നാം ഏകരായി ഇരുന്ന് ആ ശക്തി നമുക്ക് പ്രാപിക്കുവാനായിട്ട് ഇടയായിത്തീരണം. ഇപ്പോഴത്തെ സാഹചര്യം ദൈവം നമുക്ക് ഉണ്ടാക്കി തരുന്ന ചില അനുഭവങ്ങളും അവസ്ഥകളുമാണ്. ദൈവം അറിയാതെയല്ല ഇന്ന് നാം നേരിടുന്ന ആ പ്രതിസന്ധികൾ. എന്നാൽ അതിനകത്ത് ദൈവത്തിന് പ്രവർത്തിക്കുവാനുണ്ട്. നമ്മുടെ ജീവിതം ദൈവസന്നിധിയിലേക്ക് അടുപ്പിച്ച് ദൈവത്തിൽ നിന്നും പ്രാപിച്ച് ദൈവികമായിട്ടുള്ള അനുഭവങ്ങളെ പ്രാപിച്ചു കഴിയുമ്പോൾ നമുക്ക് അധികാരത്തോടെ നമുക്ക് പ്രതിസന്ധികളെ നേരിടുവാനായിട്ട് ഇടയായിത്തീരും. മറ്റൊന്ന് ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്, വിശ്വാസത്തിനകത്തൊരു പോസിബിലിറ്റി ഉണ്ട്. അതിനകത്ത് ചില സാധ്യതകൾ, വിശ്വാസത്തിനകത്ത് ചില സാധ്യതകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്താണ് ആ പോസിബിലിറ്റീസ്? വിശ്വാസത്തിനകത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇബ്രായലേഖനം 11-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആർക്കും കഴിയുകയില്ല, ദൈവത്തെ അന്വേഷിക്കണമെന്ന് ദൈവം പ്രതിഫലം നൽകുന്നു എന്ന് നാം കാണുന്നു. അപ്പോൾ ഇതിനകത്ത് ആ വിശ്വാസത്തിനകത്ത് ഇമ്പോസിബിൾ ആയിട്ടുള്ള സിറ്റുവേഷനെ പോസിബിൾ ആയിട്ടുള്ള സിറ്റുവേഷനാക്കി മാറ്റുവാനായിട്ട് കഴിയുന്ന ആ ഒരു പോസിബിലിറ്റി, അല്ലെങ്കിൽ ഒരു സാധ്യത അതിനകത്തുണ്ട്. അതുപോലെ തന്നെ ആണ് ഒരു റിവാർഡ് അതിനകത്ത് നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തെ അന്വേഷിക്കുന്നവർ, വിശ്വാസത്തോടെ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് അതിനകത്തൊരു പ്രതിഫലം കാണുവാനായിട്ട് കഴിയും. ഒരു വലിയ യാഥാർത്ഥ്യമാണത്. അതിനകത്ത് ദൈവം പ്രതീക്ഷിക്കുന്നത് നാം വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പുകൾ വെച്ച് മുന്നേറണം, എങ്കിലേ ആ പോസിബിലിറ്റി നമുക്ക് കാണുവാൻ കഴിയുകയുള്ളൂ. ആ കോണ്ടെക്സ്റ്റ് നാം പഠിച്ചാൽ, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ഒരു വലിയ പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നത്. ആ വേദഭാഗം നാം വായിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകത്തിൽ ആ വേദഭാഗം നാം വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയും. 5-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിലാണ് നാം കാണുന്ന ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു എന്ന് നാം വായിക്കുന്നത്. എന്നാൽ അതിന് മുമ്പ് ഭാഗങ്ങൾ വായിക്കുമ്പോൾ മരിച്ചു, പിന്നെ അവൻ മരിച്ചു എന്നുള്ള മരണത്തിൻ്റെ കോണ്ടെക്സ്റ്റിലാണ് ഇവിടെ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. അന്നത്തെ കാലഘട്ടത്തിൽ ശാസ്ത്രീയ പുരോഗമനങ്ങൾ പ്രാപിച്ചൊരു കാലഘട്ടം, സാങ്കേതിക വിദ്യകളൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാലഘട്ടം, സാമൂഹികമായിട്ട് പല പുരോഗതികൾ പ്രാപിക്കുന്ന ഒരു കാലഘട്ടം, ആത്മീകമായിട്ട് പല വ്യതിചലിച്ചു പോകുന്ന ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിലാണ് അനേകര് പിന്നെ മരിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ഒരു ദിവസം അവനെ കാണാതായി. അപ്പോൾ ദൈവത്തോട് കൂടെ നടക്കുക, നമ്മുടെ ചുറ്റുപാടും എന്തൊക്കെ സംഭവിച്ചാലും നാം വിശ്വാസത്തോട് ഒരു പോസിബിലിറ്റി കണ്ടുകൊണ്ട് നമുക്ക് ദൈവത്തോട് കൂടെ നടക്കുവാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമായി തീരുന്നത്. ഒരു ദിവസം എടുക്കപ്പെട്ടു, ഹാനോക്ക് എടുക്കപ്പെട്ടു എന്ന് വായിക്കുന്നു. ഒരു ദിവസം എടുക്കപ്പെടുവാനിടയായിത്തീരുന്നത്. നിത്യജീവൻ പ്രാപിച്ചൊരു ദൈവപതിൻ്റെ ജീവിതത്തിൽ ഈ മരണത്തിൻ്റെതായിട്ടുള്ള വെല്ലുവിളികളും പോരുകളും ഒക്കെ ചുറ്റുപാട് ഉയരുമ്പോൾ നമുക്ക് അനേക സംഭവങ്ങൾ നമ്മുടെ കണ്ണിൻ ദൃഷ്ടിയാൽ കാണുമ്പോൾ നിത്യജീവൻ പ്രാപിച്ചൊരു പൈതലിന്, ഒരു ദൈവ പൈതലിന് പ്രത്യാശയുണ്ട്. നാം നിത്യതയിലേക്ക് എടുക്കപ്പെടുന്ന ഒരു സമയമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആ ഒരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിലുണ്ട്. ആ പോസിബിലിറ്റി എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരണം. അതുകൊണ്ട് നമ്മുടെ ജീവിത യാത്രയിൽ നാം ദൈവത്തോട് കൂടെ നടക്കുന്നവരായിരിക്കണം. നാം ജീവിതത്തിൻ്റെ ഏത് അവസ്ഥയാകട്ടെ, ആരും നമ്മളോടൊപ്പം നടക്കുവാനില്ലെങ്കിലും, ആരും നമ്മോടൊപ്പം ആരാധിക്കുവാനില്ലെങ്കിലും, നാം വ്യക്തിപരമായിട്ട് ദൈവത്തോടൊപ്പം നടക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇടയായിത്തീരുമ്പോഴാണ് നാം എടുക്കപ്പെടുവാൻ, അവൻ്റെ ഇടത്തേക്ക് എടുക്കപ്പെടുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇടയായിത്തീരുന്നത്. തന്നെയുമല്ല, ഈ പോസിബിലിറ്റി, താനൊരു പ്രവാചകനാണ്, ഹാനോക്ക് ഒരു പ്രവാചകനായിട്ട് നമുക്ക് യൂദയുടെ പുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയും.
അപ്പോൾ ആ പ്രവാചകനായി തീർന്നത് എന്താണ്? ദൈവത്തോട് കൂടെ നടന്നു കഴിഞ്ഞപ്പോൾ വരുവാൻ പോകുന്നതിനെ കുറിച്ചുള്ള ഒരു വലിയ കാഴ്ചപ്പാട് തൻ്റെ ജീവിതത്തിൽ അത് പ്രാപിക്കുവാൻ ഇടയായി തീർന്നത്. വിശ്വാസ കണ്ണുകളാൽ അത് കാണുവാനായിട്ട് ഇടയായി തീർന്നു. ഈ ലോകത്തിൽ മാത്രം നാം പ്രത്യാശ വെച്ച് പോയി കഴിഞ്ഞാൽ നാം സകലരും അരിഷ്ട മനുഷ്യരാണ്. എന്നാൽ വിശ്വാസ കണ്ണുകളാൽ നമ്മുടെ മുമ്പിലുള്ള അത് വരുവാൻ പോകുന്ന ആ മഹിമയെ കാണുവാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇടയായിത്തീരണം. അന്ന് ഈ ലോകത്തിലെ വെല്ലുവിളികൾക്കപ്പുറത്ത് ദൈവത്തിന് സ്തോത്രം, അത് നമുക്ക് നിത്യമായൊരു അനുഭവം, അവകാശവും നിത്യമായ ഒരു 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 എൻവയൺമെൻറ്റ് നമുക്ക് ദൈവം ഒരുക്കി തരുന്നുണ്ടെന്നുള്ള ഒരു വലിയ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഇന്ന് ലോകത്തിൽ നടക്കുന്ന ഈ സംഭവങ്ങൾ അനേകരെ ഭീതിയുടെ നിഴലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഭാവി എന്തായിത്തീരും, എവിടെ ചെന്ന് അവസാനിക്കും? അനേകരിന്ന് സാമ്പത്തികമായി വളരെ വളരെ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വരികയാണ്. അത് വ്യക്തിപരമായി മാത്രമല്ല, രാജ്യവ്യാപകമായിട്ട് രാഷ്ട്രീയമായിട്ട് എല്ലാ നിലകളിലും ആ ഒരു സാമ്പത്തിക അധപ്പതനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ലോകമെമ്പാടുമുള്ളത്. മനുഷ്യൻ വളരെയധികം ഭയത്തോടെ കഴിയുന്ന ഒരവസ്ഥ, എല്ലാ ഫ്യൂച്ചർ നഷ്ടപ്പെട്ടോ എല്ലാ പ്രത്യാശയും നഷ്ടപ്പെട്ട ഒരവസ്ഥ. ഇത് അനേക ദൈവമക്കളെയും അത് ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ ദിവസങ്ങളിൽ ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് നമുക്ക് ദൈവത്തോടു കൂടെ നടക്കുവാനായിട്ടിടയായിത്തീരണം. നമ്മുടെ കൂടെ നടക്കുവാൻ ആരുമില്ലെങ്കിലും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. അവൻ ദൈവത്തോടു കൂടെ നടന്നു. ദൈവത്തിന് സ്തോത്രം. നാം കടന്നു പോകുന്ന സാഹചര്യങ്ങൾ അത് മലകളെപ്പോലെ പൊങ്ങി നിൽക്കുന്ന സാഹചര്യങ്ങളാകാം, ഈ മലകൾ മാറിപ്പോകുകയില്ല എന്ന് വിചാരിക്കുന്ന സാഹചര്യങ്ങളാകാം, പർവ്വതസമാനമായ പ്രശ്നങ്ങളായി തീരാം. ഇതെല്ലാം സമഭൂമിയാക്കി തീർത്ത് നമ്മെ വലങ്കരങ്ങളിൽ പിടിച്ച് മുൻപോട്ട് നടത്തുവാൻ ശക്തനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിനകത്ത് നമുക്കൊരു പോസിബിലിറ്റി ഉണ്ട്, ഒരു സാധ്യതകളുണ്ട്. ഏറ്റവും ശ്രേഷ്ഠമായ സാധ്യതകളാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിനകത്തുള്ളത്. അത് നമ്മുടെ വിശ്വാസ കണ്ണുകളാൽ കണ്ടുകൊണ്ട് കർത്താവിനോടൊപ്പം നമുക്ക് യാത്ര ചെയ്യുവാനായിട്ട് ഇടയായി തീരണം. ഇനി വിശ്വാസത്തിനകത്തുള്ള മൂന്നാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യം. വിശ്വാസത്തിനകത്ത് ദൈവ സാന്നിധ്യമുണ്ട്. പലപ്പോഴും ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയോ എന്ന് ചിന്തിക്കുന്ന അവസ്ഥകൾ കടന്നു വരാറുണ്ട്. അല്പവിശ്വാസിയെ എന്ന് കർത്താവ് ഇവിടെ വിളിക്കുന്നുണ്ട്. നിങ്ങളുടെ വിശ്വാസം എവിടെയാണ്? ആ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ പലപ്പോഴും മാനുഷികമായ നിലയിൽ ചിന്തിക്കുന്നു, മാനുഷികമായ നിലയിൽ നാം പലതും ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നു. എന്നാൽ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായിരിക്കണം. ശിഷ്യന്മാർ പറയുമ്പോൾ ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായിട്ട് പോകുവാനായിട്ട് ഇടയായി തീരണം. പ്രശ്നങ്ങളും പ്രതിസന്ധി വരുമ്പോൾ വിശ്വാസം കീഴേക്ക് പോവുകയല്ല, വിശ്വാസം ഉയർന്ന ലെവലിലേക്ക് നമുക്ക് പോകുവാനായിട്ട് ഇടയായി തീരണം. കർത്താവ് വിളിക്കുന്നു, കർത്താവ് ശിഷ്യന്മാരോട് ഇങ്ങനെ വിളിക്കുന്നു. കാരണം അവരെ അക്കരയ്ക്ക് പോകുവാനായിട്ട് യാത്ര പോകുമ്പോൾ കർത്താവ് കൂടെ ഉണ്ട്. പടകിൽ കർത്താവ് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അവിടെ വെള്ളം അല്ലെങ്കിൽ കാറ്റും കോളുകളും ഒക്കെ കടന്നു വരുന്നു. പടക് മുങ്ങുമാറാകുന്ന അവസ്ഥകളിലേക്ക് കടന്നു വരുന്നു. അവിടെ അവർ ഭീരുക്കളായി, നാഥാ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് ചോദിക്കുന്ന അവസ്ഥ അവിടെ കാണുവാനായിട്ട് കഴിയും. കർത്താവ് ചോദിക്കുന്നത്, നിങ്ങൾ ഭീരുക്കൾ ആകുവാൻ എന്ത്? നിങ്ങൾ ഭീരുവാൻ എന്ത്? കർത്താവിനോട് കൂടെ നടന്നിട്ട് നാം ഭീരുക്കളായി ജീവിക്കുവാനല്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ചോദിക്കും, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത്? അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം എവിടെ? നിങ്ങളുടെ വിശ്വാസം എവിടെ? ശിഷ്യന്മാർ ചോദിക്കുന്നു, നിനക്ക് ഞങ്ങളെക്കുറിച്ച് വിചാരമില്ലയോ എന്ന് പറഞ്ഞാൽ കർത്താവിലുള്ള ട്രസ്റ്റ് അവർക്ക് നഷ്ടപ്പെട്ടു. കർത്താവ് ഞങ്ങളെ കെയർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി കരുതുന്നില്ല, ഞങ്ങളെക്കുറിച്ച് വിചാരപ്പെടുന്നില്ല ചിന്ത അവരുടെ ജീവിതത്തിൽ കടന്നു വന്നു. കർത്താവ് പടകിലുണ്ട്, കർത്താവ് സൈലന്റ് ആയിരിക്കുന്നു, സ്ലീപ്പിംഗ്. ശരീരത്തിൽ ബലഹീനമായ ശരീരത്തിൽ, മനുഷ്യത്വത്തിൽ താൻ ഉറങ്ങുകയാണ്. അവർക്ക് കർത്താവിൻ്റെ അധികാരം, കർത്താവിൻ്റെ ആ പരമാധികാരത്തെക്കുറിച്ച് അറിവുള്ളവരാണ്. എങ്കിലും അവർ കർത്താവിനോട് ചോദിക്കുന്നു, നിനക്ക് വിചാരമില്ലയോ? നാം പലപ്പോഴും ചിന്തിക്കുന്നതാണ്, കർത്താവ് നമ്മെക്കുറിച്ച് വിചാരപ്പെടുന്നില്ലേ? കർത്താവ് നമ്മോട് മനസ്സലിവ് കാണിക്കുകയില്ലേ? കർത്താവ് നമ്മെ വിടുവിക്കുകയില്ല. തിരമാലകളും ഓളങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ നമ്മുടെ നിസ്സഹായതയിൽ പലപ്പോഴും നാം ഭയത്തോടെ നിലവിളിക്കുന്ന അവസ്ഥകളുണ്ട്. നമ്മുടെ ഇന്നഡിക്വസിയാണത് കാണിക്കുന്നത്. നമ്മുടെ പരിമിതികൾ, നമുക്ക് പോരായ്മകൾ അവിടെ കാണുന്നു.
അതുപോലെ തന്നെ നമ്മുടെ ഇൻസെക്യൂരിറ്റി, അത് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ലൈഫ് ഒരിക്കലും ഇൻസെക്യൂർ അല്ല. നമ്മുടെ ലൈഫ് ഇസ് സെക്യൂർ, നമ്മുടെ ജീവിതം സെക്യൂറാണ്. അത് സുരക്ഷിതത്വമുള്ള ജീവിതമാണ് നമ്മുടെ ജീവിതം. കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിനൊരു ഭദ്രതയുണ്ട്. കർത്താവ് നമ്മുടെ ബോട്ടിലുണ്ടോ, ജീവിതത്തിന് ഭദ്രതയുണ്ട്. കർത്താവ് നമ്മുടെ കുടുംബത്തിലുണ്ടോ, നമ്മുടെ ജീവിതത്തിന് ഒരു ഭദ്രതയുണ്ട്. അപ്പോൾ കർത്താവ് നമ്മുടെ ജീവിത പടകിലുണ്ടെങ്കിൽ അത് ചിലപ്പോൾ സൈലന്റ് ആയിട്ടിരിക്കുന്ന അവസ്ഥകൾ കാണും. അവിടെ എല്ലാം നമ്മുടെ പ്രതികരണം എന്താണെന്ന് കർത്താവ് ഉറ്റുനോക്കുന്നുണ്ട്. സൂക്ഷ്മതയോടെ കർത്താവ് ഇതൊക്കെ നിരീക്ഷിക്കുന്ന കർത്താവാണ്. കർത്താവിൻ്റെ കൂടെ നടന്നിട്ട് നമുക്ക് കർത്താവ് ട്രസ്റ്റ് ഇല്ലാതെ വരുന്ന അവസ്ഥ, കർത്താവ് നമുക്ക് വേണ്ടി കരുതുകയില്ല എന്ന് ചിന്തിച്ച് സംശയിക്കുന്ന അവസ്ഥകൾ, ഇതൊക്കെ ജീവിതത്തിൽ അത് കടന്നു വരാറുണ്ട്. എന്നാൽ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഇടപെടുവാൻ ആഗ്രഹിക്കുന്ന വിഷയം, നമ്മുടെ വിശ്വാസമുണ്ടോ അവിടെ ദൈവത്തിന് സ്തോത്രം, കർത്താവിൻ്റെ സാന്നിധ്യം, കർത്താവിൽ വിശ്വാസമുണ്ടോ, കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് വ്യക്തമായിട്ട് രുചിച്ചറിയുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ കർത്താവ് കമാൻഡ് ചെയ്യുന്ന കാണുവാൻ കഴിയും. കാറ്റ് അടങ്ങുക, കടലെ ശാന്തമാകുക. അപ്പോൾ കാറ്റ് അടങ്ങുക, കടലെ ശാന്തമാകുക. ഇന്ന് നേരിടുന്ന നമ്മുടെ വൈഷമ്യങ്ങളുടെ മുഖത്ത് കർത്താവ് കൽപ്പിച്ചാൽ അത് സകലതും ശാന്തമാകും. അപ്പോൾ നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന കർത്താവിനെ അത് ഉണർത്തുക, കർത്താവിനോട് നിലവിളിക്കുക, അപേക്ഷിക്കുക, കർത്താവിൽ ഏറിയ വിശ്വാസത്തോടെ കർത്താവിൻ്റെ സാന്നിധ്യം നാം തിരിച്ചറിയുക. വിശ്വാസത്തിൻ്റെ ഉയർന്ന പടികളിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് കർത്താവിൻ്റെ സാന്നിധ്യം നമ്മോടുകൂടെ ഉണ്ടെന്ന് നാം രുചിച്ചറിയുന്നത്. നാം വീണ് കിടക്കുമ്പോൾ നമ്മെ പൊക്കിയെടുക്കുന്ന ഒരു കർത്താവ്. നമുക്കറിയാം, മരുഭൂമിയിലെ ശിഷ്യന്മാർ കവിണ് വീണു, കർത്താവ് ചെന്ന് അവരെ തൊട്ടു, അവരെ എഴുന്നേൽപ്പിക്ക് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ജീവിതത്തിൽ പലപ്പോഴും നാം വീണ് കിടക്കുമ്പോൾ, ജീവിതത്തിൽ പലപ്പോഴും നിരാശപ്പെട്ടു പോകുമ്പോൾ, ജീവിതത്തിൽ എനിക്ക് വേണ്ടി കരുതുവാൻ ആരുമില്ല എന്ന് വിചാരിക്കുമ്പോൾ, ജീവിതത്തിൽ എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് വിചാരിക്കുമ്പോൾ, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ അത് നാം ചിന്തിക്കുക, കർത്താവിനുള്ള വിശ്വാസത്തിലാണ് നാം മുന്നേറുന്നത് എങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. റൈറ്റ് ടൈം ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. നമുക്ക് വളരെ പേഷ്യൻസ് ആവശ്യമാണ്, പെർസീവറൻസ് നമുക്ക് ആവശ്യമാണ്. അത് നിരന്തരമായിട്ട് അവൻ്റെ വാതിൽക്കൽ മുട്ടുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ഉണ്ടാകണം. ലഭിക്കുന്ന അവസരങ്ങൾ, അയ്യോ എനിക്ക് ഇങ്ങനെ ആയിപ്പോയി എന്ന് നാം ചിന്തിച്ച് അത് പരിതപിക്കുക അല്ലെങ്കിൽ കംപ്ലൈൻറ്റ്സ് പറയുകയില്ല. മറിച്ച് ഈ സാഹചര്യങ്ങൾക്കകത്ത് ദൈവത്തിന് ചിലത് പ്രവർത്തിക്കുവാനുണ്ട്. അതുകൊണ്ട് ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറുവാനായിട്ട് നമുക്കിടയായി തീരണം. ദൈവത്തിന് സ്തോത്രം. സകലത്തെ സൃഷ്ടിച്ചവന്, സകല ചരാചരങ്ങളെ സൃഷ്ടിച്ചവൻ, സകലത്തിന്മേലും അധികാരമുള്ളവൻ, ഇന്ന് നാം നേരിടുന്ന വൈറസിന് മേലും അധികാരമുള്ളവനാണ്. ഈ വൈറസിനെ അതിനെ കൺട്രോൾ ചെയ്യുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. അപ്പോൾ ആ കർത്താവിൻ്റെ അടുത്തേക്ക് വിശ്വാസത്തോടെ നാം കടന്നു ചെല്ലുവാൻ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇടയായിത്തീരുമെന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഈ പ്രതിസന്ധിയെ തരണം ചെയ്യുവാൻ നാം ഒരിക്കലും നിരാശപ്പെട്ടു പോകുകയില്ല, ഭയപ്പെട്ടു പോകുകയില്ല. പ്രത്യാശയോടെ നമുക്ക് മുന്നേറുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇടയായിത്തീരും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവെന്നും ആഗ്രഹിക്കുന്നത് ഉയർന്നൊരു വിശ്വാസം ദിവസങ്ങളിൽ നമ്മിൽ രൂപപ്പെട്ടു വരുവാനാണ്. ഉയർന്ന വിശ്വാസത്തിൻ്റെ പടികളിലേക്ക് നമ്മുടെ സ്റ്റെപ്പുകൾ വയ്ക്കുവാനാണ്. നമുക്കറിയാം, കീഴ്പ്പെടുത്തുവാൻ കഴിയാത്ത ഒരു ശക്തിക്കും കീഴ്പ്പെടുത്തുവാൻ കഴിയാത്ത, ഒരു സമ്പത്തിനും കീഴ്പ്പെടുത്തുവാൻ കഴിയാത്ത, ഒരു ടെക്നോളജിക്കും കീഴ്പ്പെടുത്തുവാൻ, ശാസ്ത്രത്തിന് കീഴ്പ്പെടുത്തുവാൻ കഴിയാത്ത എന്ന് പറഞ്ഞാൽ ഒരു ശാസ്ത്രത്തിനോ ഒരു ശക്തിക്കോ ഒരു സമ്പത്തിനോ കീഴ്പ്പെടുത്തുവാൻ കഴിയാത്ത ആ വിധത്തിൽ ഇന്ന് സാഹചര്യങ്ങളൊക്കെ കടന്നു വന്നിരിക്കുമ്പോൾ മനുഷ്യന്റെ നിസ്സഹായതയെ വെളിപ്പെടുത്തുന്നതാണ് ദൈവത്തിന് മാത്രമേ ഇവിടെ പ്രവർത്തിക്കുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പുകളെ വെച്ച് ദൈവത്തോട് അപേക്ഷിക്കുവാൻ ഈ ദിവസങ്ങൾ നമുക്കിടയായി തീരണം. നമ്മുടെ സഫർ ചെയ്യുന്ന അല്ലെങ്കിൽ കഷ്ടപ്പെടുന്ന മനുഷ്യവർഗത്തിന് വേണ്ടി, പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്ന ജനത്തിനു വേണ്ടി ദിവസങ്ങളിൽ മധ്യസ്ഥ അണയ്ക്കുവാൻ നമുക്കിടയായി തീരണം. നമ്മുടെ സമശിഷ്ടങ്ങൾ വലിയ ഭീതിയിൽ കഴിയുന്നവരുണ്ട്. ദൈവമക്കളായിരിക്കുന്ന നാമും ആ ഭീതിയിൽ കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് മുന്നേറുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്ന വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പുകൾ ജീവിതത്തിൽ വെച്ച് മുന്നേറണം. നമ്മുടെ വിശ്വാസത്തിനകത്ത് ഒന്നാമതായിട്ട് ഒരു പവർ ഉണ്ടെന്നുള്ളത് നാം മനസ്സിലാക്കണം. ആ പവർ പലപ്പോഴും വെളിപ്പെടുവാൻ കഴിയാതെ പോകുന്നു. അതിനുവേണ്ടി ദൈവസന്നിധിയിലേക്ക്, ഉയർന്ന അനുഭവങ്ങളിലേക്ക്
കടന്നു വരുവാൻ, ഉയർന്ന അനുഭവങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ ഈ ദിവസത്തിൽ നമുക്ക് ഇടയായിത്തീരണം. ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസത്തിനകത്ത് വലിയ പോസിബിലിറ്റി ഉണ്ട്, ഒരു വലിയ വിടുതൽ അതിനകത്തുണ്ട്, ഒരു വലിയ ഫ്യൂച്ചർ അതിനകത്തുണ്ട്. നമ്മുടെ വിശ്വാസത്തിനകത്ത് അത് ഒരു വലിയ ഫ്യൂച്ചറുണ്ട്. ചുറ്റുപാട് നോക്കിയാൽ നമ്മെ നിരാശപ്പെടുത്തുന്ന പലതുമായിരിക്കും കാണുന്നത്. അനേകർ അത് ഈ ലോകത്തിൽ അത് വീണ് കിടക്കുന്ന അവസ്ഥകളായിരിക്കും കാണുന്നത്. എന്നാൽ വിശ്വാസത്തിൽ ജീവിക്കുന്ന ദൈവപൈതലിന് അതിനകത്തൊരു വലിയ പോസിബിലിറ്റി കാണുവാനായിട്ട് ഇടയായിത്തീരുന്നു. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഈ ഒരു പോസിബിലിറ്റി നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരുന്നത് ഈ ലോകത്തിനപ്പുറത്തുള്ള ഒരു പോസിബിലിറ്റിയെ കുറിച്ചുള്ള ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഭരിക്കുവാനായിട്ട് ഇടയായിത്തീരണം. വിശ്വാസമുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? അത് ദൈവ സാന്നിധ്യം നമുക്ക് ഏത് സാഹചര്യങ്ങളിലും തിരിച്ചറിയുവാനായിട്ട് കഴിയും. ഏത് സാഹചര്യങ്ങളിലും അത് വിശ്വാസം നമുക്ക് അത് പ്രസൻസ് ഓഫ് ഗോഡ് നമുക്ക് അനുഭവിച്ചറിയുവാനായിട്ട് അത് കഴിയും. അപ്പോൾ വിശ്വാസത്തിനകത്ത് ദൈവ സാന്നിധ്യമുണ്ട്. അവൻ ശാന്തത വരുത്തുന്ന ദൈവമാണ്. ഏത് കാറ്റാണ് നമ്മെ അടിക്കുന്നത്, ഏത് കോളാണ്, എവിടെയാണ് നമ്മുടെ പടക് മുങ്ങിപ്പോകുന്ന അവസ്ഥകൾ കടന്നു വരുന്നത്? സാമ്പത്തിക മണ്ഡലത്തിലാണോ, നമ്മുടെ ശരീര മണ്ഡലത്തിലാണോ, നമ്മുടെ ആത്മീക മണ്ഡലത്തിലാണോ, നമ്മുടെ വൈകാരിക മണ്ഡലത്തിലാണോ? എവിടെയാണ് നമ്മുടെ പടക് ആഞ്ഞുലഞ്ഞ് അത് നശിച്ചു പോകുന്നു, അല്ലെങ്കിൽ താണു പോകുന്നു, അത് നിൽക്കുവാൻ കഴിയുകയില്ല എന്ന് ചിന്തിക്കുന്ന അവസ്ഥകളുള്ളത്? ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് സൈലന്റ് ആയിരിക്കുന്നു എന്ന് തോന്നിയാലും ആ സൈലൻസിനകത്ത് ദൈവത്തിന് ചില പ്രവർത്തികളുണ്ട്. അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്നവൻ. നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങളെ വാക്കിനാൽ ശാന്തമാക്കുവാൻ കഴിവുള്ളവനാണ്. കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ വചനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റെടുക്കാം. നമ്മുടെ വിശ്വാസം എങ്ങനെയുണ്ടെന്ന് നമുക്ക് പരിശോധിക്കാം. വിശ്വാസത്തിൻ്റെ ഉയർന്ന അനുഭവങ്ങൾ ദിവസങ്ങളിൽ പ്രാപിച്ച് അത് നമുക്ക് ആത്മീക ജീവിതത്തിൽ മുന്നേറുവാനിടയായി തീരട്ടെ. അയ്യോ, ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ, ഒറ്റപ്പെട്ടു പോയല്ലോ, അല്ലെങ്കിൽ അത് നമ്മുടെ സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമായി പോയല്ലോ. ചിലപ്പോൾ അകത്ത് നമ്മുടെ സാഹചര്യങ്ങൾ പ്രതികൂലമായിരിക്കാം, പുറത്ത് പ്രതികൂലമായിരിക്കാം, അപ്പുറത്ത് നമ്മുടെ ആത്മീയ അവസ്ഥകൾ ശുഷ്കമായ അവസ്ഥകളായിരിക്കാം. എന്നാൽ ഉന്നതമായ അവസ്ഥകളിലേക്ക് കടന്നു ചെല്ലുവാൻ ദൈവം നമ്മെ ഓർപ്പിച്ച് ഉണർത്തുകയാണ്. അതിനുവേണ്ടി നമുക്ക് സമർപ്പിക്കാം. ഒരു നിമിഷം നമ്മുടെ തലകളെ വണക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വിലപ്പെട്ട വചനത്തിനായി സ്തോത്രം കർത്താവേ. കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങിപ്പോകുവാൻ കൽപ്പിച്ചാൽ അത് നീങ്ങിപ്പോകും. നിങ്ങൾക്കൊന്നും അസാധ്യമാകയില്ല. അങ്ങയാൽ സകലതും സാധ്യം എന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവേ. പലപ്പോഴും പ്രതികൂലമായ സാഹചര്യത്തിൽ കൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞങ്ങൾ ക്ഷീണിച്ചു പോകുന്നവരാണ്. വിശ്വാസത്തിനെതിരായ വെല്ലുവിളികൾ ഉയർന്ന സാഹചര്യത്തിൽ കടന്നു വരുമ്പോൾ, ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കപ്പുറത്ത് പല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ, കർത്താവെ, ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഉയർന്ന പടികളിലേക്ക് ഞങ്ങൾക്ക് സ്റ്റെപ്പ് വയ്ക്കുവാനുള്ള പടികളാണെന്ന് മനസ്സിലാക്കി വിശ്വാസത്തിൽ ഉയർന്ന അനുഭവങ്ങളിലേക്ക് കടക്കുവാൻ കർത്താവ് അവിടെ ഞങ്ങളെ സഹായിക്കുമാറാകണം എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. വിശ്വാസത്തിനകത്ത് വലിയ ശക്തി ഉണ്ടെന്ന് ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചുള്ള കർത്താവെ. വിശ്വാസത്തിനകത്ത് വലിയ സാധ്യതകൾ ഉണ്ടെന്ന് ഞങ്ങളെ കേൾപ്പിച്ചുള്ള കർത്താവെ. വിശ്വാസത്തിനകത്ത് ദൈവ സാന്നിധ്യമുണ്ട് എന്ന് ഞങ്ങളെ കേൾപ്പിച്ചുള്ള കർത്താവെ. എല്ലാ അവസ്ഥകൾക്കും മാറ്റം വരുത്തുവാൻ കഴിവുള്ള കർത്താവെ, ഞങ്ങളെ പ്രത്യാശയോടെ മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കുന്ന കർത്താവെ. വിശ്വാസത്തിൻ്റെ ഉയർന്ന പടികളിലേക്ക് പ്രവേശിക്കുവാൻ, ഉയർന്ന പടികളെ ചവിട്ടി കയറുവാൻ, വിശ്വാസത്തിൻ്റെ ഉന്നതവും ശ്രേഷ്ഠമായ അനുഭവങ്ങളെ പ്രാപിക്കുവാൻ ദിവസങ്ങളെ സഹായിക്കണമേ. നീളങ്ങിയോട് പ്രാർത്ഥിക്കുന്നു. ലഭിക്കുന്ന അവസരങ്ങൾ കർത്താവെ അങ്ങയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുവാൻ, അങ്ങയോടൊപ്പം നടക്കുവാൻ, ആര് ഞങ്ങളോടൊപ്പം ഇല്ലെങ്കിലും അങ്ങയോടൊപ്പം നടക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാകേണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരാരെങ്കിലും കർത്താവെ ഈ സമയത്ത് ഹല്ലേലൂയ, അതേ കർത്താവെ, പ്രതിസന്ധിയുടെ മധ്യത്തിൽ, പ്രയാസത്തിൻ്റെ മധ്യത്തിൽ അത് ആയിരിക്കുന്നുവെങ്കിൽ, വേദനയുടെ മധ്യത്തിലായിരിക്കുന്നുവെങ്കിൽ, നിരാശയുടെ മധ്യത്തിലായിരിക്കുന്നുവെങ്കിൽ, വീണ് കിടക്കുന്ന അവസ്ഥകളായിരിക്കുന്നുവെങ്കിൽ നിന്റെ വചനം അവരെ ജീവിപ്പിക്കുമാറാകേണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിനകത്തുള്ള ശക്തി അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ, വിശ്വാസത്തിനകത്തുള്ള അതേ ആ പോസിബിലിറ്റീസ്, അതേ സാധ്യതകൾ എന്തെന്ന് അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ, വിശ്വാസത്തിനകത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം കടന്നുവന്ന് വിടുതലുകൾ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തകർന്നു പോകുന്നുവോ, അത് താണു പോകുന്നുവോ എന്ന് ചിന്തിക്കുന്ന അവസ്ഥകൾ അത് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് കാണുന്നില്ല, കുടുംബങ്ങളിന്മേൽ കാണുന്നില്ല, വ്യക്തി ജീവിതങ്ങളിന്മേൽ കാണുന്നില്ല. കർത്താവെ, ശാന്തമാക്കുമാറാകേണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതെവിടെയാണ് ശാന്തമാക്കേണ്ടത്? ശരീരമണ്ഡലമാകട്ടെ, ബുദ്ധിമണ്ഡലമാകട്ടെ,
അത് വൈകാരിക ഭാവങ്ങളാകട്ടെ, ആത്മീയ മണ്ഡലമാകട്ടെ, ഏത് മണ്ഡലത്തിലായിരുന്നാലും ദൈവശക്തിയോടെ വെളിപ്പെടുവാൻ, ദൈവ സാന്നിധ്യമോടെ വെളിപ്പെടുവാൻ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളോടെ വെളിപ്പെടുവാൻ ഇടയാക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് സമയത്ത് കർത്താവെ, അധികാരത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവപ്രവൃത്തി ജനത്തെ വെളിപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ദൈവം എല്ലാവരെയും